10 വർഷം ഇടതു ഭരണത്തെ അവസാനിപ്പിച്ച് UDF ഈ നാട്ടിൽ അധികാരത്തിൽ വന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോഴെല്ലാം അടക്കം പറഞ്ഞിരുന്ന ഇന്ന് ഉച്ചത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വപക്ഷപാതത്തിന് വേണ്ടി വലിയ രീതിയിൽ അവരുടേതായിട്ടുള്ള പ്രതികാരങ്ങൾ, അടക്കി വെച്ച ആഗ്രഹങ്ങൾ അത് നടപ്പിലാക്കിയെടുക്കാനാണ് വന്നത് എന്നുള്ളതിന്റെ തെളിവുകൾ രാഷ്ട്രീയ കേരളത്തിൽ പുറത്തു വന്നിട്ടുണ്ട് നിരവധി തവണ. വെറും 60 ദിവസം കൊണ്ട് തന്നെ പല മന്ത്രിമാരുടെ, അവരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം വായിൽ നിന്ന് വെർബലായി വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഏറ്റവും അവസാനം KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 400 സെക്രട്ടറിമാരെ ഒറ്റയടിക്ക് കൂട്ട ട്രാൻസ്ഫറിന് ഉത്തരവിട്ട പേപ്പർ ചോർന്നിരിക്കുന്നു. ഒരു മുഖ്യധാരാ മാധ്യമം ഇന്ന് രാഷ്ട്രീയ പകലിൽ ചർച്ചയ്ക്കായി അത് വെക്കുമ്പോൾ ഷിയാസ് DCC പ്രസിഡന്റ് എറണാകുളത്തിന്റെ കൊച്ചിയുടെ പുതിയ MLA പറഞ്ഞത് ഓർക്കുകയാണ്. നമ്മൾ 10 വർഷം സഹിച്ചതിന് തിരിച്ചു കൊടുക്കണം. 10 വർഷം നമ്മൾ കുടിച്ച കണ്ണീരിന്, അവർ നമ്മളോട് ചെയ്തതിന് പ്രതികാരം നമുക്ക് ചെയ്യണമെന്ന് അടച്ചിട്ട ഹോളിലാണെങ്കിലും ഒരു വലിയ സദസ്സിൽ നിന്നുകൊണ്ട് കൊച്ചിയുടെ MLA മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ, ഈ പാർട്ടിയുടെ മന്ത്രിമാരുടെ, UDFന്റെ നയമായി മാറുന്നു എന്നതാണ്. കരുതി വെച്ചത് കാലെ കൂട്ടി കരുതി വെച്ചത് തിരിച്ചു കൊടുക്കാനുള്ള വലിയ ബോധ്യപൂർവമുള്ള ശ്രമങ്ങൾ. 400 സെക്രട്ടറിമാരെയാണ് വലിയ രീതിയിൽ കൂട്ട ട്രാൻസ്ഫറിന് വിധേയമാക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇത് ചോർന്ന് കിട്ടി പുറത്തു വന്ന വാർത്ത. എത്രയോ കാര്യങ്ങൾ ഉണ്ടാവും, ചോരാതെ കോൺഫിഡൻഷ്യലായി നടപ്പിലാക്കിയെടുക്കുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, കുട്ടനാട് താലൂക്കിന് അവധി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ സ്പോട്ടിലിരുന്ന് കുഞ്ഞാലിക്കുട്ടിയോട് തൊട്ടടുത്ത സീറ്റിലിരുന്നപ്പോ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് VD സതീശൻ പറഞ്ഞത്, ഇങ്ങനെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് മറ്റൊന്ന് കാണിക്കുന്നതിന്റെ സ്പഷ്ടമായ ഉദാഹരണങ്ങൾ ഡിജിറ്റൽ തെളിവുകളായി 60 ദിവസം 60,000 6 ലക്ഷമല്ല ഈ രാഷ്ട്രീയ കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 400 സെക്രട്ടറിമാരെ ഒറ്റയടിക്ക് മാറ്റുമ്പോൾ അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ടവർ, അവരുടെ കുട്ടികളുടെ പഠനം, ജോലിഭാരം ഇതെല്ലാം അസ്ഥാനത്തായി തൃശങ്കുവിലാക്കിക്കൊണ്ടാണ് ഈ മാറ്റം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അവിടെ വലിയ രീതിയിലുള്ള ഭരണസ്തംഭനവും ഉണ്ടാവും. കാരണം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇത്രയും വലിയൊരു കൂട്ട ട്രാൻസ്ഫർ പ്രതികാരത്തിന് വേണ്ടി മാത്രം KM ഷാജി ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ പിന്നീട് അവർ പോകുന്ന സ്ഥലത്ത് കൃത്യമായി ഒരു സിങ്ക് എടുക്കുന്ന സമയവും കൂടി ഇതിന് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നതാണ്. ഭരിക്കുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും ഭരിച്ചു തീർക്കുക, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി, ആശ്രിതർക്ക് വേണ്ടി എല്ലാം നേടിയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന ഒരൊറ്റ അജണ്ടയിൽ കുത്തിത്തിരിഞ്ഞു നിൽക്കുന്നു UDFും അതിലുപരി കോൺഗ്രസും.